എവിടെ അയച്ചു നമ്മൾ? സൂഖ് വാക്കിഫ്. ദിസ് ഈസ് സൂഖ് വാക്കിഫ്, വെരി പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ദോഹ. ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ സൂഖ് വാക്കിഫിൽ വരാതെ ആരും പോവാറില്ല. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു സൂഖ് വാക്കിഫ് ഇരുന്നിരുന്നത്. ഓവർ 100 ഇയേഴ്സ് ഓൾഡാണ് ഈ മാർക്കറ്റ്. ഇവിടെ മെയിനായിട്ടും നമുക്ക് ഷോപ്പ് ചെയ്യാം, ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. ഒത്തൻറ്റിക് ഖത്തറി കൾച്ചർ, ആർക്കിടെക്ചറൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരണം. 4 മണിയായിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ സമയം. ശരിക്കും പറഞ്ഞാൽ ഷോപ്സ് എല്ലാം സൂക്കിൽ ഓപ്പൺ ആയിട്ട് വരാനാണെങ്കിൽ ആഫ്റ്റർ 4 ആവും. കാരണം ആ സമയത്തെ ആൾക്കാർ വരുള്ളൂ. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. മിക്കതും അടച്ചു തന്നെ ഇട്ടേക്കും. ഒരു ആഫ്റ്റർ 5-6 ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ആക്റ്റീവ് ആവും. ഒരുപാട് ആൾക്കാരൊക്കെ വരും ഇവിടെ. ഇതുണ്ടോ, ഇങ്ങനെ കടകളിൽ കുറേ ട്രഡീഷണൽ ഖത്തറി ഐറ്റംസ്, ആൻറ്റിക്സ്, സോനിയേഴ്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ. ഇതാണ്ടോ ടീ ടൈമാണ്. ഞങ്ങൾ ടീ ടൈമിൽ സൂക്കി വന്നാൽ ടീ ടൈമിൽ കയറാതെ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ ടീ ടൈമിൽ നിന്ന് ഒരു സ്പാനിഷ് ലാറ്റയും ഐസ് എന്താ വാങ്ങിച്ചത്? കിവിയും വാങ്ങിച്ചു. വാ, ഇതാണ് ദ തം സ്റ്റാച്ചു. ഭയങ്കര ഫേമസ് ആണ് ഇതിവിടെ. 5 മീറ്റർ സ്റ്റോളിൽ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ്. നാട്ടിലെ സാത്രമല്ല ശരിക്കും അല്ലേ ഇത്? ഇവിടെ മാത്രമേ ഉള്ളൂ. അറബിക് കിച്ചീനാണ് ഇവിടെ. എൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ശീശ ഏരിയ ആണ്. ഇവിടെ നിന്ന് തുടങ്ങുമല്ലേ ശീശ? ഇവിടെ നിന്ന് എവിടെ പറയുന്നുണ്ട്? അറ്റം വരെ ശീശ സ്പോട്ട്സാണ് മൊത്തം. ഈ ശീശ ഏരിയയിലൊക്കെ ഈവനിങ് കഴിയുമ്പോൾ നല്ല തിരക്കും ആളുകളായിരിക്കും കേട്ടോ. ആ വഴിയാണ് നമ്മൾ, അവിടെ കൂടിയാണ് നമ്മൾ മിഷ്റബിലേക്ക് പോകുന്നത്. തൊട്ടടുത്താണ്. ഈവനിങ് ആകുമ്പോൾ ഇവിടെയൊക്കെ ആളുകൾ വന്ന് ഡൈനിങ് ചെയ്യും. ഇപ്പോൾ ഈ സമയത്തുകൊണ്ട് ഇവിടെ ഒന്നും തിരക്കില്ലാത്തത്. ഇത്രയും നേരം നമ്മൾ കണ്ടത് ഔട്ട്ഡോറാണ്. ഇതിപ്പോൾ ഇത് ഇൻഡോർ ഹാൻഡ് ക്രാഫ്റ്റ് സെൻറ്ററിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അബയാസ്, സ്കാർഫ്സ്, സ്പൈസസ് ആൻഡ് ഹെർബ്സ്, റൂട്ട് പെർഫ്യൂംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നെറ്റൊക്കെ വെച്ചിട്ട് ആ ഒരു അറബിക് കൾച്ചറിനൊക്കെ ഇവർ അത് ഷോക്കേസ് ചെയ്യുന്നതാണ്. മൊത്തം ഫിഷിങ് നെറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരു സൈഡിൽ കാണുന്നത്. വീക്കെൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ വഴിയിലൊക്കെ ആൾക്കാരെ തട്ടി നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അത്ര തിരക്കായിരിക്കും ഫ്രൈഡേ സാറ്റർഡേ എല്ലാം. ഇതുണ്ടോ, ഖത്തർ ഫേമസ് ബിൽഡിങ്സ് ആണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഈ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചേക്കും അവർ. ഇതൊക്കെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ആണ്. ഇവരൊരു റേറ്റ് പറയും, ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നതുകൊണ്ട്. പക്ഷേ നമുക്കിത് ഇവിടെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഫുൾ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആണ്. നമുക്ക് ഇവർ പറയുന്ന റേറ്റിനേക്കാളും നമുക്ക് കുറച്ച് ബാർഗെയിനിങ് സ്കിൽസ് ഉള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഒക്ടോബർ ടു ഏപ്രിലാണ്. അതാണ് കൂളർ മന്ത്സ്. അപ്പോൾ ഔട്ട്ഡോറിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ആ മാസങ്ങൾ വരുമ്പോഴായിരിക്കും നല്ലത്. കാരണം ഈ ഒരു സമയത്ത് ചൂടാണ്. പക്ഷേ ചൂടാണെങ്കിലും ഇവർ കൂളേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ അകത്തൊക്കെ എയർ കണ്ടീഷൻഡാണ്. ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് വിയർ മോഡസ്റ്റ് ക്ലോത്തിങ്, ബിക്കോസ് എല്ലായിടത്തും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് വിയർ മോഡസ്റ്റ് ക്ലോത്തിങ്. പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ ബി റെസ്പെക്റ്റ്ഫുൾ, ബിക്കോസ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ലേഡീസിനെ ഫിലിം ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. ഇതുണ്ടോ, ഇത് അറബിക് ലാൻറ്റേൺസ് ആണ് ഈ ഒരു കാണുന്നതൊക്കെ. ഫുള്ള് ട്രഡീഷണൽ ഫുട്വെയർസാണ്. ഈ പോട്രീസൊക്കെ കണ്ടോ, ഇതൊക്കെ ഹാൻഡ് ക്രാഫ്റ്റ് പോട്രീസ് ആണ്. ഇവിടെ പല മോഡലിൽ അറബിക് തീമിൽ നമുക്ക് കിട്ടും ഇവിടെയൊക്കെ. ഇതൊക്കെ നമുക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണ്, അതെ, ഭയങ്കര ഫേമസ് ഫിഷ് ഷോപ്പാണ്. നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കാൻ വന്നിട്ട് ക്യൂ കണ്ടിട്ട് തിരിച്ചു പോയി, അത്രക്ക് തിരക്കാണ്. ഇത് ആ റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രി ആണ്. നമുക്ക് പൊക്കത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റും.
രാത്രിയാകുമ്പോൾ നല്ല രസമാണ്, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ. അതുപോലെ തന്നെ ഫ്രഷ് ഫിഷ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റും. എടുത്തോ, ഇതെല്ലാം കാണോ, ഇതുണ്ടോ മരം, ഈ ഒരൊറ്റ മരമുള്ളതുകൊണ്ട് ഈ ഒരു ഫുൾ ഷെയ്ഡഡ് ആയിട്ടിരിക്കുന്ന അടിപൊളി. കഫ്താൻ സൂക്കിൽ ഇതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ അറബിക്, ഖത്തറി, ഇൻ്റർനാഷണൽ ക്യൂസിൻസ് എല്ലാം അവൈലബിൾ ആണ്. അലാവുദ്ദീൻ അത്ഭുത വിളക്കുകൾ ഇരിക്കുന്നുണ്ട് അവിടെ. സൂക്ക് വാക്കിഫിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിയർ കോർണിഷ്, പിന്നെ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് ആൻഡ് ദോഹ പോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. ഇവിടേക്ക് വരാനായിട്ടുള്ള എളുപ്പ വഴി മെട്രോ യൂസ് ചെയ്യാനാണ്. സൂക്ക് വാക്കിഫ് സ്റ്റേഷൻ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഗോൾഡ് ലൈനിലായിട്ടാണ് സൂക്ക് വാക്കിഫ് വരുന്നത്. ഇവിടെ നമുക്ക് കാറിന് വന്നാലും പ്ലെൻറ്റി ഓഫ് പാർക്കിംഗ് ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ടാക്സി, ഊബറൊക്കെ എടുത്ത് വരാവുന്നതാണ്. ഇത് രണ്ടാഴ്ച ഇത് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ വാങ്ങിയിട്ട് പോണേ. ഇത് നല്ല രസമുണ്ട് അല്ലേ, രസമുണ്ട്. ഇതാണ് നമ്മുടെ മറ്റേ അവിടെ കുഴിമന്തി കടയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിന് കവർ ഇടും. ഇങ്ങനത്തെ പല മോഡലുണ്ട് അറബിക്കിൻ്റെ. ഇതാണോ ഇതല്ലേ കോർണിഷ്? ഈ കാണുന്നതാണ് ഫനാർ മോസ്ക്. ഇത് സൂക്ക് ഫാലെ. സൂക്കിൻ്റെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ ഇടാൻ പറ്റില്ല, കാരണം അതിന് മാത്രമേ ഉണ്ട്. ഇവിടെ ഒരു ബേർഡ്സ് മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഇതുപോലെ കുറേ ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ ആർട്സ് എക്സിബിഷൻ സെൻറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഒറ്റ വീഡിയോയിൽ ഇട്ട് തീർക്കാൻ പറ്റാത്ത അത്ര ഉണ്ട് ഈ സൂക്കിൽ കാണാനായിട്ട്. ഇവിടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് രാജസ്ഥാൻ മോഡൽ ജ്വല്ലേഴ്സൊക്കെ ഞാനിവിടെ കണ്ടു. പിന്നെ ഇവിടെയൊക്കെ വെച്ചേക്കുന്ന എല്ലാം വിൽക്കാനൊന്നുമല്ല, ചിലതൊക്കെ ഇവർ ജസ്റ്റ് ഭംഗിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കുക കണ്ടോ. ഡു നോട്ട് ടച്ച് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും സെയിലിനല്ല. നല്ല രസമുണ്ട് ഈ ഷോപ്പ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നല്ല ആൻറ്റിക് ജ്വല്ലേഴ്സൊക്കെ ഉണ്ട് ഇതിൽ. ഓരോ ഏരിയ തിരിച്ച് ഓരോ കടകളാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ക്ലോത്തിങ്ങും ബാഗ്സൊക്കെയാണ്. ഹൽദിക്ക് ഞാനിട്ട ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം ഈ സൂക്കിൽ നിന്ന് എടുത്തത്. ഞാനും ഐസക്കും കൂടി വന്നിട്ട് പോകുന്നതിന് ഒരു 1 വീക്ക് മുമ്പ് വന്നിട്ട് ഇവിടെ നിന്നെല്ലാം എടുത്തിട്ട് നല്ല നല്ലതൊക്കെ ഉണ്ട്, നല്ല എല്ലാത്തും ഉണ്ട്. നമ്മൾ നോക്കിയെടുക്കണം ഇവിടെ വന്നിട്ട്. ഹെവി വർക്ക്സൊക്കെ ഉള്ള കഫ്താനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഉണ്ട്, അതിൽ നിറച്ച് കഫ്താനാണ്, അത് നല്ല ഹെവി ആയിട്ടുള്ള. പെർഫ്യൂംസിനൊക്കെ വേണ്ടിയിട്ട് ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇവിടെ ഫാമിലീസ് മാത്രമല്ല അവിടെ ഉള്ളൂ കേട്ടോ. ഇവിടെ മെയിനായിട്ട് പർദാസും കാര്യങ്ങളൊക്കെയാണ്. ലേഡീസ് വെയേഴ്സാണ് ഇവിടെ മൊത്തം, അതുകൊണ്ട് തന്നെ ഫാമിലി മാത്രമല്ല അവിടെ ഉള്ളൂ. ഐസ് വന്ന് ചിരിച്ച് നല്ല കാറ്റുണ്ടല്ലേ. ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഗാർഡനിങ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അടുത്ത പെറ്റ് ഷോപ്സൊക്കെ ഉള്ളതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ട് ഐറ്റംസാണ് ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ബേർഡ്സ് മാർക്കറ്റിനെ പറ്റിയിട്ടും ആർട്ട് എക്സിബിഷൻ സെൻറ്ററിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം, കാരണം ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി എന്നാൽ, ബൈ.